Hello friends, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞ് നമ്മളൊരു സെക്ഷൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും കാണുന്ന കുറച്ച് ജീവികളുടെ പേരുകളാണ് കേട്ടോ. നമ്മൾ മൃഗങ്ങളുടെ പഠിച്ചു, പക്ഷികളുടെ പഠിച്ചു. ഇനി അത്യാവശ്യം നമ്മുടെ ചുറ്റുമൊക്കെ കാണപ്പെടുന്ന ചെറിയ ചെറിയ ജീവികളുടെ പേരുകൾ കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ വലിയ ജീവികളെയും പക്ഷികളെയും എല്ലാം പഠിച്ചു. നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ചെറിയ 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 ജീവികളുണ്ട്. അപ്പോൾ അവയുടെ പേരുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, എലിക്ക് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം, റാറ്റ് എന്നാണ് അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. ഹിന്ദിയിലാണ് പിന്നെയും ഡൗട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള അറിയാത്തവരുണ്ടെങ്കിൽ ഹിന്ദിയിലുള്ളത് അറിയാത്തത് മാത്രം എഴുതി വെക്കാം. ഇനി ഇതെല്ലാം അറിയും എന്നുള്ളവരാണെങ്കിൽ വീഡിയോ കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കുക, എലി എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? റാറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. റാറ്റാണ് എലി എന്ന് പറയുന്നത്. ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? ചൂഹ. എലിക്ക് പറയുന്നത് എന്താണ്? ചൂഹ. ഓക്കെ, എലി ചൂഹയാണ്. ആമ, അടുത്തത് ആമയ്ക്ക് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷിൽ ടോർട്ടോയ്സ് അല്ലേ? ടോർട്ടോയ്സ് ആണ് ആമ എന്ന് പറയുന്നത്. ഹിന്ദിയിൽ കച്ചുവ. എന്താണ്? കച്ചുവ, ആമ. ഓക്കെ, ആമ, ടോർട്ടോയ്സ്, കച്ചുവ. കിട്ടിയോ? അടുത്തത് നോക്കുക, ഞണ്ടിന് പറയുന്നത് എന്താണ്? ക്രാബ് എന്നാണ് പറയുക അല്ലേ? ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ക്രാബാണ് ഞണ്ട് എന്ന് പറയുന്നത്. ഹിന്ദിയിൽ കർക്ക്. എന്താണ്? കർക്ക് എന്ന് പറയുന്നു. ഓക്കെ, കർക്ക്. അടുത്തത് അണ്ണാൻ എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ എന്താണ്? സ്ക്യൂറൽ ആണ്. സ്ക്യൂറൽ, അണ്ണാൻ, സ്ക്യൂറൽ. ഹിന്ദിയിൽ ഗിൽഹരി. എന്താണ്? ഗിൽഹരി. അണ്ണാൻ എന്താണ് പറയുന്നത്? ഗിൽഹരി എന്നാണ് പറയുന്നത്. സ്ക്യൂറൽ, ഗിൽഹരി, അണ്ണാൻ. അടുത്തത് ഉറുമ്പിന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷിൽ ആൻറ്റ് എന്നാണ് പറയുന്നത് അല്ലേ? ANT, ആൻറ്റ് ആണ്. ഓക്കെ, ഹിന്ദിയിൽ ചീണ്ടി. എന്താണ്? ചീണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുമ്പ്. അപ്പോൾ ഉറുമ്പ്, ആൻറ്റ്, ചീണ്ടി. അടുത്തത് ഒച്ചിന് പറയുന്നത് എന്താണ്? സ്നെയിൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷിൽ സ്നെയിൽ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ എന്താണ്? ഘോങ്ക. എന്താണ്? ഘോങ്ക എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം, എലിക്ക് റാറ്റ്, ചൂഹ. ദെൻ ആമ, ടോർട്ടോയ്സ്, കച്ചുവ. ഓക്കെ, ഞണ്ട്, ക്രാബ്, കർക്ക്. അണ്ണാൻ, സ്ക്യൂറൽ, ഗിൽഹരി. ഉറുമ്പ്, ആൻഡ്, ചീണ്ടി. ഒച്ച്, സ്നെയിൽ, ഘോങ്ക. അടുത്തത് നോക്കുക, പല്ലി എന്നുള്ളതിൽ ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ലിസാർഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ലിസാർഡ്. ഓക്കെ, ഹിന്ദിയിൽ ചിപ്കലി. എന്താണ്? ചിപ്കലി. ഓക്കെ, പല്ലി, ലിസാർഡ്, ചിപ്കലി. അടുത്തത് മിന്നാമിനുങ്ങ് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ഗ്ലോവേം എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ എന്താണ്? ഗ്ലോവേം എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ജുഗുനു. ഓക്കെ, ജുഗുനൂരെ എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ജുഗുനു എന്ന് വെച്ചാൽ എന്താണ്? മിന്നാമിനുങ്ങ്. അപ്പോൾ മിന്നാമിനുങ്ങ്, ഗ്ലോവേം, ജുഗുനു. കിട്ടിയല്ലോ? അടുത്തത് അട്ടയ്ക്ക് പറയുന്നത് എന്താണ്? ലീച്ച് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ലീച്ച് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ ജോങ്. എന്താണ്? ജോങ്. അട്ട എന്നുള്ളതിന് ജോങ് എന്നാണ് പറയുക കേട്ടോ. ലീച്ച്, ജോങ്, അട്ട. അടുത്ത ചീവിട് എല്ലാവർക്കും അറിയാം. ക്രിക്കറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ക്രിക്കറ്റ്. ഓക്കെ, ക്രിക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ചീവിടാണ്. ഓക്കെ, അപ്പോൾ ക്രിക്കറ്റ് ഓർത്തിരിക്കുക. ദെൻ ഝീങ്കൂർ. എന്താണ് പറയുന്നത് ഹിന്ദിയിൽ? ഝീങ്കൂർ. ഓക്കെ, ക്രിക്കറ്റ്, ഝീങ്കൂർ. എന്താണ്? ചീവിട് എന്നാണുള്ളത്. ഓക്കെ, ചീവിട്, ക്രിക്കറ്റ്, ഝീങ്കൂർ. അടുത്തത് പാമ്പ് എല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷിൽ സ്നേക്ക് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ എന്താണ്? സാമ്പ്. ഓക്കെ, പാമ്പിന് എന്താണ്? സാമ്പ്. ഓക്കെ, ഇപ്പോൾ സാമ്പ്, സ്നേക്ക്, പാമ്പ്. കിട്ടിയോ? അടുത്തത് തേൾ എന്നുള്ളതിന് എന്താണ് പറയുന്നത്? സ്കോർപിയോൺ. ഇംഗ്ലീഷിൽ സ്കോർപിയോൺ. ഹിന്ദിയിൽ ബിച്ചു. എന്താണ്? ബിച്ചു, സ്കോർപിയോൺ, തേൾ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പല്ലി, ലിസാർഡ്, ചിപ്കലി. മിന്നാമിനുങ്ങ്, ഗ്ലോവേം, ജുഗ്നു. അട്ട, ലീച്ച്, ജോങ്. ചീവിഡ്, ക്രിക്കറ്റ്, ഝീങ്കൂർ. പാമ്പ്, സ്നേക്ക്, സാമ്പ്. തേൾ, സ്കോർപിയോൺ, ബിച്ചു. അടുത്തത് നോക്കുക, ചിത്രശലഭത്തിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ബട്ടർഫ്ലൈ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ബട്ടർഫ്ലൈ. ഹിന്ദിയിൽ തിത്തലി. എന്താണ്?
തിത്തലി ആണ് കേട്ടോ ചിത്രശലഭത്തിന് തിത്തലി, ചിത്രശലഭം, ബട്ടർഫ്ലൈ, തിത്തലി. ഓക്കെ. ദെൻ ഈച്ച, ഈച്ചയ്ക്ക് പറയുന്നത് എന്താണ്? ഫ്ലൈ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ മഖി. ഓക്കെ, ഈച്ചയ്ക്ക് എന്താണ് പറയുന്നത്? മഖി. ഓക്കെ, ഈച്ച, ഫ്ലൈ, മഖി. ദെൻ കൊതുക്, കൊതുകിനെ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? മോസ്കിറ്റോസ് എന്നാണ് പറയുന്നത് അല്ലേ? മോസ്കിറ്റോ, കൊതുക്. അപ്പോൾ കൊതുക്, മോസ്കിറ്റോ. ഹിന്ദിയിൽ പറയുന്നത് എന്താണ്? മച്ചർ എന്നാണ് കേട്ടോ. കൊതുകിനെ എന്താണ് പറയുന്നത്? മച്ചർ എന്നാണ് പറയുന്നത്. അടുത്തത് പാറ്റ, പാറ്റയ്ക്ക് പറയുന്നത് എന്താണ്? കോക്രോച്ച് അല്ലേ? ഇംഗ്ലീഷിൽ കോക്രോച്ച് എന്നാണ് പറയുക. ഹിന്ദിയിൽ തിൽചട്ട. ഓക്കെ, ഏതാണ്? തിൽചട്ട. കോക്രോച്ചിന് പറയുന്നത് എന്താണ്? തിൽചട്ട. ചിലന്തി, ചിലന്തിക്ക് പറയുന്നത് എന്താണ്? സ്പൈഡർ. ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം സ്പൈഡർ എന്നാണ്. ഹിന്ദിയിൽ മക്കടി എന്നാണ് പറയുന്നത് കേട്ടോ. ചിലന്തിക്ക് എന്താണ്? മക്കടി എന്നാണ് പറയുന്നത്. ഓക്കെ, ചിലന്തി, സ്പൈഡർ, മക്കടി. ദെൻ തേനീച്ച, തേനീച്ചയ്ക്ക് പറയുന്നത് ഹണി ബി എന്നുള്ളതാണ്. മധുമക്കി, മക്കി എന്ന് പറഞ്ഞാൽ ഈച്ചയാണ്. തേനീച്ച, തേൻ എന്ന് പറയുന്നതിന് മധു എന്നാണ് പറയുന്നത്. അപ്പോൾ തേനും ഈച്ചയും, മധുമക്കി. ഓക്കെ, കിട്ടിയല്ലോ. തേനീച്ച, ഹണി ബി, മധുമക്കി. കിട്ടിയോ? ഒന്നുകൂടെ പറയാം. ചിത്രശലഭം, ബട്ടർഫ്ലൈ, തിത്തലി. ഈച്ച, ഫ്ലൈ, മക്കി. കൊതുക്, മോസ്കിറ്റോസ്, മച്ചർ. പാറ്റ, കോക്രോച്ച്, തിൽചട്ട. ചിലന്തി, സ്പൈഡർ, മക്കടി. തേനീച്ച, ഹണിബി, മധുമക്കി. അടുത്തത് നോക്കുക, പേൻ. പേൻ എന്നുള്ളതിന് പറയുന്നത് എന്താണ്? ലൈസ് എന്നാണ് പറയുക അല്ലെ? ഇംഗ്ലീഷിൽ ലൈസ് ആണ് പേൻ എന്നുള്ളതിന് പറയാം. ഹിന്ദിയിൽ ജൂം. ഓക്കെ, പേൻ, ലൈസ്, ജൂം. അടുത്തത് മണ്ണിര. മണ്ണിരയ്ക്ക് പറയുന്നത് എന്താണ്? എർത്ത് വേം എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ കേച്ചുവ. കച്ചുവ എന്ന് പറഞ്ഞാൽ ആമ. കേച്ചുവ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിര. ഓക്കെ, മാറിപ്പോരുത്. കേച്ചുവ, മണ്ണിര, എർത്ത് വേം. തവള, തവളയ്ക്ക് പറയുന്നത് എന്താണ്? ഫ്രോഗ് എന്നാണ് പറയുക. മേൻഠഗ്. എന്താണ്? മേൻഠഗ്, തവള കേട്ടോ. മേൻഠഗ്, ഫ്രോഗ്, തവള. ഓന്ത്, ഓന്തിന് എന്താണ്? ക്യാമലിയോൺ അല്ലെ? ക്യാമലിയോൺ ആണ് ഓന്ത്. ഹിന്ദിയിൽ റെയിൻകട്ട് അല്ലെങ്കിൽ ഗിർഗിർ. റെയിൻകട്ട് അല്ലെങ്കിൽ ഗിർഗിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓന്താണ്. മൂട്ട, മൂട്ടയ്ക്ക് പറയുന്നത് എന്താണ്? ബെഡ് ബഗ് അല്ലെ? ഇംഗ്ലീഷിൽ പറയുന്നത് ബെഡ് ബഗ് ആണ്. ഹിന്ദിയിൽ ഗഡമൽ എന്നാണ് പറയുന്നത്. എന്താണ്? ഗഡമൽ. ഓക്കെ, ഒന്നുകൂടെ പറയാം. പേൻ, ലൈസ്, ജൂം. മണ്ണിര, എർത്ത് വേം, കേച്ചുവ. തവള, ഫ്രോഗ്, മേൻഠഗ്. ഓന്ത്, ക്യാമലിയോൺ, റെയിൻകട്ട് അല്ലെങ്കിൽ ഗിർഗിർ. മൂട്ട, ബെഡ് ബഗ്, ഗഡമൽ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മുടെ അത്യാവശ്യം നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ചെറിയ ചെറിയ ജീവികളുടെ പേരുകളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ പക്ഷികളായി, മൃഗങ്ങളായി, ചെറിയ ജീവികളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതെല്ലാവരും എന്താണ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ടുള്ള വീഡിയോസ് ഇനി എങ്ങനെയുള്ളത് ഇടണം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയുന്നത് നിങ്ങളുടെ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയൊക്കെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്